ഹായ് എവ്രി വൺ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പം സെക്കൻഡ് വീഡിയോ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്യാം. ബേസിക് സ്കിൻ കെയർ നല്ല ഞാൻ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് നോക്കും. അപ്പം സ്കിൻ കെയർ ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും എന്താ പറയുക കൺസേൺ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പം എല്ലാവരും എന്താ പറയുക ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. ഇപ്പം വിമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും ചിൽഡ്രൻ ആണെങ്കിലും എല്ലാവരും ഇപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. അപ്പോൾ രണ്ട് ടൈപ്പ് സ്കിൻ കെയർ ഉണ്ട്. മോർണിംഗ് സ്കിൻ കെയറും ഉണ്ട്, നൈറ്റ് സ്കിൻ കെയറും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ തന്നെ നേരത്തെ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിൽ തമ്മിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നേരത്തെ വീഡിയോയിൽ എൻ്റെ ഹെയർ കളേർഡ് അല്ലായിരുന്നു, ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് കളർ ചെയ്തു. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും തമ്മിലുള്ളതിൽ. ഇപ്പോൾ സ്കിൻ കെയർ വീഡിയോയിലേക്ക് കയറുവാണെങ്കിൽ തന്നെ എൻ്റെ ഫേസ് ഇപ്പോൾ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഓയിലി ആയിട്ട്, ഇത് ഞാൻ വേർത്തിരിക്കുന്നതാണ്, ഓയിലി ആയിട്ട് കുറച്ച് ഡള്ളായിട്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് നല്ല സൂപ്പറായിട്ട് നല്ല ഗ്ലോയി ആക്കാം. സോ നമുക്ക് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് CTM. CTM എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ബേസിക് സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ഐ ക്രീം യൂസ് ചെയ്യാം, സാരം യൂസ് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിൻ്റെയും ബേസിസിലും ഇരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലെൻസിങ്ങിൽ നിന്ന് തന്നെ പറയാം. ക്ലെൻസിങ്ങിന് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് സെറ്റഫിലാണ്. സെറ്റഫിൽ ഇപ്പം ഞാനൊന്ന് ചൂസ് ചെയ്തിട്ടൊരു 1 ഇയർ ആവുന്നു. ഞാൻ ഇതിന് മുന്നേ ചൂസ് ചെയ്തിട്ടുള്ളത് മാമാർത്ത്, പക്ഷേ മാമാർത്തൊട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ മൈൽഡല്ല. പക്ഷേ സെറ്റഫിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെറ്റഫിൽ ഭയങ്കര മൈൽഡാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എമൗണ്ട് എടുക്കാം. ഇത്ര എമൗണ്ട് ഞാൻ എടുത്തു. ഇത് ഡ്രൈ ടു നോർമൽ സ്കിൻ യൂസ് ചെയ്യും. എൻ്റെ നോർമൽ സ്കിന്നാണ്. ഇത് പിന്നെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതിന് ഫ്രണ്ട് സൈഡ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം, പാക്കേജ് ഞാൻ കളയാണ്. ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഫോമിങ് ഉണ്ട്, ഇത് ലിക്വിഡ് ആയിട്ടുള്ളതാണ്, ക്ലെൻസിങ് ജെൽ പോലെ. സോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഭയങ്കരമായിട്ടും ഇത് മൈൽഡ് ആയതുകൊണ്ട് ക്ലെൻസിങ് പോലെ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എന്താ പറയുക മസാജ് ചെയ്യുന്ന പോലെ ചെയ്യണം ഒരു 1 മിനിറ്റെങ്കിലും. എങ്കിലേ നമ്മുടെ ഫേസിലുള്ള ഡോട്ട്സ് എല്ലാം പോകും, ഇമ്പ്യൂരിറ്റീസും എല്ലാം പോകും. ഓൾസോ നമ്മൾ ഒരിക്കലും നമ്മുടെ നെക്ക് പോർഷൻ അവോയ്ഡ് ചെയ്യരുത്. നന്നായിട്ട് മസാജ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫേസിലെ എല്ലാ ഇമ്പ്യൂരിറ്റീസും പോകും. ഇത് ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഗ്ലോയിനെസ് വരും. നമ്മുടെ ഫേസിന് കുറച്ച് സോഫ്റ്റും ആകും. അത് നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് വാഷ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് റിമൂവ് ചെയ്താലും മതി. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്, എങ്ങനെ വേണമെങ്കിലും. പക്ഷെങ്കിൽ നമ്മൾ എപ്പോഴും മോർണിംഗ് നമ്മൾ ഓർക്കും നമ്മൾ നൈറ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്തതല്ലേ, നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞതല്ലേ, അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് ചെയ്യുക തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഫേസിൽ ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് കാണും. പക്ഷെ നമുക്കത് കാണാൻ സാധിക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്യണം. നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ തന്നെ ആയിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുറേ ഡാമേജസ്, ഇപ്പോൾ പിമ്പിൾസ്, അങ്ങനെ എന്തെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു 1 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് ഉണ്ടതാണ്. ഒരു സർക്കുലർ മോഷനിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിന് എപ്പോഴും സർക്കുലർ മോഷനിൽ വേണം നമ്മൾ അത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാനൊരു സോഫ്റ്റ് ടവൽ വെച്ചാണ്
ടാപ്പ് ചെയ്യുന്നത്. ഒരിക്കലും ഹാർഷായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് നമ്മുടെ ഫേസ് റബ്ബ് ചെയ്യരുത്. ആക്ച്വലി റബ്ബേ ചെയ്യരുത്, ഇങ്ങനെ നമ്മൾ സോഫ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് ടേക്ക് കെയർ ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ടോണർ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. ടോണർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ കോട്ടൺ പാഡിലോട്ടേക്ക് ടോണർ ഇട്ടിട്ട് നമ്മുടെ ഫേസിൽ ടാപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കയ്യിലോട്ടേക്കാണെങ്കിലും സിംപ്ലി ഇട്ടതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരിക്കലും റബ്ബ് ചെയ്ത് എപ്പോഴും ടാപ്പ് ചെയ്താൽ മതി ടോണർ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് യുവർ നെക്ക് പോർഷൻ. നെക്ക് പോർഷൻ നമ്മൾ ഫോർഗെറ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്തെന്ന് വെച്ചോ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇവിടെ ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അത് രണ്ടും തമ്മിൽ 2 ഡിഫറൻസസ് വരും, 2 കളർ ഷെയ്ഡ് പോലെ വരും, അല്ലെങ്കിൽ ഒരു ഗ്ലോനെസ്സും വ്യത്യാസം കാണും. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താലും ഈവൻ ഇഫ് മേക്കപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നമ്മുടെ നെക്ക് പോർഷൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഇത്രയും ഭാഗത്തെ ഡിഫറൻസ് ഇത്രയും ഭാഗത്തെ ഡിഫറൻസ്. സോ നമുക്ക് ടോണറിലോട്ട് കിടക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു കോട്ടൺ പാഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ പാഡ് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ എവിടെ വേണേലും കിട്ടും. അതിൻ്റെ ഒപ്പം ഞാൻ ഇതിലോട്ടേക്ക് ടോണർ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് സെറമാണ്. ഈ സെറം ഇതിൻ്റെ ഒരു 3rd ബോട്ടിലാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ 10% വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ഫീറ്റ് സെറം. അതിൻ്റെ കൂടെ 5% നയാസിനമൈഡ് ഉണ്ട്. എനിക്ക് ആക്ച്വലി പോഴ്സ് പോലൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലഡ് ഓറഞ്ച് ആൻഡ് പംകിൻ ആണ്. സോ ഇതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ, എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ഈ പിമ്പിൾസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും. പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഭയങ്കരമായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം എന്താ പറയുക, വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. അപ്പം ഞാനിതൊരു 3 to 4 ഡ്രോപ്സ് ആണ് എടുക്കുന്നത്. ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു മസാജ് ഫീലിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ഞാൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരു എന്താ പറയുക, ടോണർ ഇട്ട് ഉടനെ തന്നെ സെറം അങ്ങനെയല്ല, ടോണർ ഇട്ട് സ്കിന്നിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ സെറം യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിലൊരു എഫക്റ്റ് ആവത്തില്ല. സ്കിൻ ഫുൾ അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കെയർ ആവുള്ളൂ. ആൻഡ് ഓൾസോ ഐ ഡിഡ്ന്റ് ഫോർഗോട്ട് മൈ നെക്ക്. നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഏറ്റവും എന്താ പറയുക, സെക്കൻഡ് ലാസ്റ്റ് ഐറ്റമാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പ്ലമ്മിൻ്റെ ഈ ലൂമിനസ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. പ്ലമ്മിൻ്റെ ഇത് എനിക്ക് ആക്ച്വലി, ഇത് നിങ്ങൾ ആലോചിക്കും ഇതെന്താ ഈ ചെറിയ ട്യൂബാണ്. ഇത് ആക്ച്വലി എനിക്ക് ഞാൻ ഈ പ്ലമ്മിൻ്റെ സൈറ്റിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു പ്രൊഡക്റ്റ് തന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര നല്ലതാണ്. ഇതിൻ്റേത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാൻ ഇതിന് വലുതാണ് യൂസ് ചെയ്തിട്ട് തീർന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഈ ട്യൂബ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈസി ടു ക്യാരി ചെയ്യും, കാരണം ഇതിപ്പോൾ എൻ്റെ തിന്നാണല്ലോ. പിന്നെ ഇത് 24 hour ഹൈഡ്രേഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ്. സോ ഇത് ഭയങ്കര നല്ലതാണ്. ഇത് നോർമൽ ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ വെരി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളതിനും ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഐ ക്രീം യൂസ് ചെയ്യും. ഞാൻ പക്ഷേ ഐ ക്രീം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഐ ക്രീം ഉള്ളതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അത്യാവശ്യം നല്ലൊരു പോർഷൻ മോയ്സ്ചറൈസർ എടുത്തു. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഡോട്ട് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ കവറേജ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും.
ഓൾസോ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഈ പാം ഇവിടെ ആയിട്ട് ക്രീം തേച്ചിട്ട് ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ തേക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ പാമിലോട്ടാണ് പോകുന്നത്, ഒരിക്കലും നമ്മുടെ ഫേസിലോട്ട് പോയില്ല. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ന്യൂട്രിയൻസ് ആ വാല്യൂ അല്ല. സോ ഓൾവേസ് യൂസ് യുവർ ഫിംഗർ ടിപ്സ്. അവിടെയാണ് എപ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് ആ മോയ്സ്ചറൈസർ അപ്ലൈ ആവില്ല. ആകും, നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെങ്കിൽ അതിൻ്റെ ആ കണ്ടൻസ് മൊത്തം നമ്മുടെ പാമിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഈവൻലി എല്ലായിടത്തും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓൾസോ നെക്ക്. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഇയേഴ്സ്. നമ്മുടെ ഇയേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളിത് അപ്ലൈ ചെയ്തു. ലെറ്റ്സ് കീപ് ഇറ്റ് ഡ്രൈ. സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്ന ഒരു ടൈം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ് വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ഇപ്പോഴത്തെ ഈ സമ്മർ സീസണിൽ ഇത് ഭയങ്കര നല്ലതാണ്. ഇതിൽ ഓൾസോ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഒരിക്കലും വൈറ്റ് കാസ്റ്റ് നോ വൈറ്റ് കാസ്റ്റ് ആണ്. UV ബ്ലൂ ലൈറ്റ് IR പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഓൾസോ ഇറ്റ്സ് ഫ്രാഗ്രൻസ് ഫ്രീ ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ബ്ലെൻഡ്. ആ കാര്യത്തിൽ 100% സത്യമാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ 3 ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. ഭയങ്കര ലിക്വിഡിയാണ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവും നമ്മുടെ സ്കിന്നിലോട്ടേക്ക്. ഇയേഴ്സ്, കാരണം ഇതും നമ്മുടെ കണ്ണിലൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റിനായിട്ട് ഇയേഴ്സും നെക്കും. അപ്പം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തു, മോയ്സ്ചറൈസർ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ഗ്ലോസ് ലിപ് ബാമാണ്. വൈറ്റമിൻ C+E SPF 30 ഉണ്ട്. ഇത് ഫ്ലേവർ വന്നിട്ട് ചെറി പോപ്പ്. ഇതിൻ്റെ ഭംഗി കുറച്ച് പോയി, ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നു. നമുക്കിത് അപ്ലൈ ചെയ്യാം ലിപ്സിലോട്ട്. നമുക്ക് ഈവൻലി ലിപ്സിലോട്ടേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് എന്ത് വേണേൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ ഓൾറെഡി ഒരു ഗ്ലോസ് എഫക്റ്റ് ഉണ്ട് ടിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ എന്താ പറയുക, ഇതിൽ SPF 30 ഉണ്ട്. സോ നമ്മുടെ സ്കിന്നിന് സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ലിപ്സിലും നമ്മൾ സൺസ്ക്രീൻ പോലെ യൂസ് ചെയ്യണം. സോ ഈ ലിപ് ബാം ആക്ച്വലി SPF 30 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്ത് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ നമ്മുടെ ലിപ്സിലും വരും, ഡാർക്ക് ആവും. സോ ഇത്രയാണ് ബേസിക് സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇത് യൂസ്ഫുൾ ഫോർ ബിഗിനേഴ്സ് ഓൾസോ. ഇതിൽ നിന്ന് സെറം കട്ട് ചെയ്താൽ മതി. സെറം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലാന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഫോർ സ്കിൻ ബ്രൈറ്റനിങ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ രാത്രിയും ഈ SPF 30 യൂസ് ചെയ്യുന്നുള്ളൂ. അല്ല, ഞാൻ രാത്രിയിൽ വാസ്ലൈനാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ വാസ്ലൈൻ്റെ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പം നമ്മുടെ ലിക്കിങ് അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും വാസ്ലിന്. സ്കിൻ ഡാർക്കർ ആവാതെയും പിഗ്മെന്റഡ് ആവാതെയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നത്. ഹെൽപ്ഫുൾ ആണെങ്കിൽ ആരും തന്നെ കമൻറ്റ് ഇടാനും മറക്കരുത്. ആൻഡ് ഓൾസോ പ്ലീസ് ഇഗ്നോർ ദ സൗണ്ട് ഓഫ് മൈ ഡോഗ്. അതിനിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. ആൻഡ് ഓൾസോ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ആരും ഇതിന് കമൻറ്റ് ഇടാൻ മറക്കേ ചെയ്യരുത്. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുവാണ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ ഷെയർ ബട്ടണിൽ ആരും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ്
Please don't forget to subscribe to my channel. Love you all.